ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട 3 സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മുന്നിൽ മധുരമായി സംസാരിക്കുകയും നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭങ്ങളാണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പാത എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മാറ്റേണ്ടത് ഇങ്ങനെ നമ്മുടെ പ്രസൻസിൽ നല്ലത് പറയുകയും നമ്മുടെ ആബ്സെൻസിൽ മോശമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുർബലനാക്കുന്നത് കടപ്പാടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടാണ്ടിരിക്കുക. ഒരിക്കൽ ഈ കടപ്പാടുകളൊക്കെ തന്നെ നമുക്ക് നേരെയുള്ള ആയുധങ്ങളായിട്ടാണ് മാറാൻ പോകുന്നത്. കഴിവതും ആരുമായിട്ടും കടപ്പാടുകൾ ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമതായി ഈ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട സാഹചര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സാഹചര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഓപ്പൺ ബുക്കായിട്ട് മാറാറുണ്ട്, തുറന്ന പുസ്തകം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ വിശ്വാസം തോന്നുന്ന ആൾക്കാരോട് നമ്മൾ ഷെയർ ചെയ്യാറുമുണ്ട്. അതിലെ വരും വരായികൾ നമ്മൾ ഓർക്കാത്തത് ഒരു പക്ഷേ നമ്മുടെ മനസ്സ് അത്രയും നിഷ്കളങ്കത ഉള്ളതായതുകൊണ്ടും ആയിരിക്കാം അല്ലേ. പക്ഷേ ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ ആരുമായും നമ്മൾ തുറന്നു പറയാൻ പാടില്ല. നാളെ ഒരു സമയത്ത് നമ്മളെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാശത്തിലേക്ക് കാരണമാകുന്നതും നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ വിശ്വസിച്ച് നമ്മൾ പകർന്നു കൊടുത്ത നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കാണ്ടിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ 3 കാര്യങ്ങൾ, ഈ 3 സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയും വളരെയധികം സുഗമമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടെയുള്ളത് അഞ്ജുവാണ്.